ശ്രീ പി കെ നവാസ്, ഇപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ ഇന്ന് പ്രതിപക്ഷ നേതാവ് എണ്ണി പറഞ്ഞ പ്രസ്താവനകളൊക്കെ, അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി പറഞ്ഞ അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ വാക്കുകളാണെങ്കിലും, വിജയരാഘവൻ രാഹുൽ ഗാന്ധിയുടെ മാരക ഭൂരിപക്ഷത്തിലെ വിജയത്തെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും, ഇനി അതിനു മുമ്പ് VS ഈ പറയുന്ന കുട്ടികൾ കോപ്പി എന്നൊക്കെ പറഞ്ഞതാണെങ്കിലും, ഇതെല്ലാം വ്യാജമാണെന്നും കള്ളമാണെന്നും കേട്ടവർക്കും പറഞ്ഞവർക്കൊക്കെ അറിയാം. അത് ചർച്ച ചെയ്താൽ കമ്മ്യൂണലാകുമെന്ന് പകൽ പോലെ വ്യക്തമാണെന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ടും അതൊക്കെ എടുത്തൊരു തെരഞ്ഞെടുപ്പിൻ്റെ സെൻട്രൽ സ്റ്റേജിൽ കൊണ്ടുവെക്കുന്നത് ആ ചർച്ചകളെ മലീമസമാക്കാനല്ലേ ഉപകരിക്കൂ ശ്രീ പി കെ നവാസ്? അല്ല, അത് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് വർഗീയമാവുക? അത് പറയുന്നതല്ലേ വർഗീയമാകുന്നത്? അത് ചർച്ച ചെയ്യുന്നത് വർഗീയമാണ് എന്ന പരാമർശം എങ്ങനെയാണ് ആമുഖത്തിൽ തന്നെ ശ്രീ ആഷ്മി പറയുന്നത് എനിക്കറിയില്ല. ഒന്ന്, ഈ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഇടതുപക്ഷത്തിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ആരാണ് ആഷ്മി? അത് പിണറായി വിജയൻ ആയിരുന്നില്ലല്ലോ. ഏപ്രിൽ മാസം ആദ്യ വാരത്തിൽ ഈ നിലമ്പൂരിൽ വന്നിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനല്ലേ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്? അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ വീർപ്പ് മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ അതിനെതിരെ കേരളം ഒന്നാകെ അങ്ങനെ ഇല്ല, മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ രണ്ടാമത്തെ ആഴ്ച ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് സ്വീകരണം നൽകിക്കൊണ്ട് പറഞ്ഞത് ഈ കേരളത്തിന്റെ SNDP യോഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ പ്രസിഡന്റാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പ് നടത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇതേ നിലമ്പൂരിൽ വന്നിട്ട് പറഞ്ഞത് അച്ഛൻ പറഞ്ഞ വാചകങ്ങൾ പ്രസക്തമാണ്, അതിവിടെ ചർച്ചയാകും എന്ന് പറയുകയാണ്. അപ്പോൾ പറഞ്ഞു പോയതാണ് വർഗീയത, അത് ചർച്ച ചെയ്യുന്നതല്ല. രാഷ്ട്രീയത്തിന്റെ എല്ലാ ഭാഗവും ചർച്ച ചെയ്യപ്പെടും. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലക്കെതിരെ ഒറ്റ തിരിഞ്ഞ അക്രമം നടക്കുന്നു. എന്താ അതിൽ സംശയമുണ്ടോ ശ്രീ ആഷ്മിക്ക്? കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കണക്ക് മാത്രം എടുക്കാം. നമ്മൾ VS അച്യുതാനന്ദൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞത് ഒഴിവാക്കിയേക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഗംഭീരമായി വിജയിച്ചു. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഒരു അറപ്പും വെറുപ്പുമില്ലാതെ മാധ്യമങ്ങളെ നോക്കി പറഞ്ഞില്ലേ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കടന്നു പോകുന്നുണ്ടല്ലോ നമ്മുടെ ദേശീയപാത, അവിടുന്ന് അങ്ങോട്ട് സംസ്ഥാനം വിട്ടു പോകുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ, സമരങ്ങൾ നടന്നു. പക്ഷെ മലപ്പുറത്തെ സമരത്തെ നോക്കിയിട്ട് വിജയരാഘവൻ അത് വർഗീയ സമരമാണ് എന്ന് പറയുന്നത് മലപ്പുറത്ത് മാത്രം എത്തിയപ്പോൾ എന്താ അങ്ങനെ സംഭവിച്ചത്? ഗെയിൽ സമരം നമുക്കറിയാലോ, കേരളം ഒന്നാകെ നടന്ന സമരമാണ് ഗെയിൽ സമരം. പക്ഷേ കോഴിക്കോട് ജില്ലാ CPM-ന്റെ കമ്മിറ്റി മലപ്പുറത്തിന്റെ അതിർത്തി നടക്കുന്ന ഒരു സമരത്തെ നോക്കിയിട്ട് 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത സമരക്കാരാണ് നടത്തുന്നത് എന്ന് പറയാൻ മലപ്പുറത്ത് എത്തുമ്പോൾ മാത്രം എന്താണ് അങ്ങനെ പറയാൻ കാരണം ഉണ്ടായത്? നോക്കൂ, ഈ പറയുന്ന വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ വെച്ചിട്ടല്ലേ നമ്മുടെ വിജയരാഘവൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വാങ്ങി, പ്രിയങ്ക ഗാന്ധി ജയിച്ചത് മുൻപിലും പിറകിലും മുസ്ലിം തീവ്രവാദികളായിരുന്നു. ഇതൊക്കെ പച്ചക്ക് പറയുന്നതിന് ഒരു അറപ്പും വെറുപ്പും ഇല്ലാത്ത ആളുകൾ അതൊരു തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ അപ്പോഴാണോ പ്രശ്നം ഉണ്ടാകുന്നത്? ഇത് മാത്രമല്ലല്ലോ, നമുക്ക് ഏറ്റവും അവസാനം നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് CPM-ന്റെ പ്രതിനിധി അനിൽകുമാർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആഷ്മിക്ക് അയച്ചു തരാം. മലപ്പുറം ജില്ലയിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചില്ലേ, മലപ്പുറത്തെ പെൺകുട്ടികൾ തലയിൽ തട്ടം വേണ്ട എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ മാറ്റമാണ് എന്ന് ഈ അനിൽകുമാർ പ്രസംഗിച്ചില്ലേ? മലപ്പുറം ജില്ലയിൽ നിന്ന് KT ജില്ലനെതിരെ മലപ്പുറത്താണോന്ന് അറിയില്ല. ഈ പറയുന്ന എന്താണ് മറ്റേ രവിചന്ദ്രന്റെ ആ പരിപാടി എന്താണ് ഈ പറയുന്ന എന്താണ് നിരീശ്വരവാദികളുടെ ആ പരിപാടിയിൽ പോയി ശ്രീ KL എല്ലാവരെയും കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞോ? കുറിച്ചാണ് പരാമർശം നടത്തിയത്? ഇല്ലല്ല, എല്ലാവരെയും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമാണ്. മാത്രമല്ല അത് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ശ്രീ KL മറുപടി പറഞ്ഞിട്ട് അതിന് ഞാൻ ആ പ്രസംഗം മൊത്തം കേട്ട ആളാണ്. ശ്രീ KL എല്ലാവരെയും പറഞ്ഞ കൂട്ടത്തിൽ മാത്രം പറഞ്ഞ ഒന്നാണത്. അത് സതുദ്ദേശപരമായി പറഞ്ഞതാണെന്നാണ് എന്റെ മനസ്സിലാക്കൽ. ശ്രീ പി കെ നവാസ്, അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ആഷ്മി KT ജലീലിന് തെറ്റുപറ്റിയതാവും എനിക്ക് തോന്നുന്നു. KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ KT ജലീലിന് തെറ്റുപറ്റിപ്പോയതാവും. അനിൽകുമാർ പറയട്ടെ അദ്ദേഹം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിന്റെ വീഡിയോ ഞാൻ 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹം വിമർശിക്കുകയാണെങ്കിൽ ഈ ചർച്ച കഴിയുമ്പോൾ തന്നെ ഞാൻ ശ്രീ ആഷ്മിക്ക് അതിന്റെ വീഡിയോ തരാം. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ അന്ന് വന്നതാണല്ലോ. ഇനി അത് മാത്രമല്ലല്ലോ, ഏറ്റവും അവസാനം മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം ഉണ്ടായില്ലേ? മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ശ്രീ ആഷ്മി മലപ്പുറം ജില്ലയിൽ വലിയ രൂപത്തിലേക്കുള്ള കേസുകൾ എടുക്കുന്നു സുജിത്ദാസിന്റെ നേതൃത്വത്തിൽ എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, ഇവിടെ സ്വർണം പൊട്ടിക്കൽ ഉണ്ടാക്കുന്നു, പോലീസ് തന്നെ നേരിട്ട് ഹവാല ഇടപാടുകൾ നടത്തുന്നു എന്ന വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൊണ്ട് പത്രസമ്മേളനം നടത്തുന്നത്. ആദ്യം ഹിന്ദു ദിനപത്രം വരെയല്ല, സെപ്റ്റംബർ മാസം 24-ാം തീയതി കേരളത്തിൽ പത്രസമ്മേളനം നടത്തി. അദ്ദേഹം അന്നേരം മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ പറയുന്ന പോലെ 150 കിലോയുടെ സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് നാക്കുപിഴ സംഭവിച്ചതാണ് എന്ന്. പിന്നീട് ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്ത് അദ്ദേഹം പറഞ്ഞ വാചകം വളരെ ഗൗരവമല്ലേ? വെൻ അവർ ഗവൺമെന്റ് ആക്ട് അഗൈൻസ്റ്റ് ദി മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ്,
This force try to protect that we are acting against Muslims. For example, 150 kg of gold and hawala money worth 123 crore were seized by the police in the last 5 years. എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ എപ്പോഴാണോ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ കണക്കുകളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചിട്ട് പറയുകയാണ് ഇതൊക്കെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളെ പിടിക്കാൻ സമയത്ത് അവരുണ്ടാക്കുന്ന പ്രതിരോധങ്ങളാണ്. ഈ പണം ഈ എക്സ്ട്രീമിസ്റ്റുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് എന്തോ ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു എന്നല്ലേ അതിനാകെ തുകയെ പുറത്തു വന്നത്? അന്ന് രാജ്യത്ത് മുഴുവൻ ഇന്ത്യയിലെ BJP നേതാക്കന്മാരുടെ പ്രതികരണം നടത്തിയത് ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിലെയും ഈ പ്രതികരണത്തിന്റെയും ഭാഗമായിട്ട്. അപ്പോൾ എന്നിട്ട് അതൊന്ന് തിരുത്തണമെന്ന് പറഞ്ഞപ്പോ അതിന് പോലും ഇവർ തയ്യാറായില്ലല്ലോ. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല, അതൊരു PR ഏജൻസി കൊടുത്തതാണ്, കെയ്സർ എന്ന് പറഞ്ഞൊരു PR ഏജൻസി കൊടുത്തതാണ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അങ്ങനെ കെയ്സറിനെതിരെ ഒരു കേസ് പറയാം. മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജമായ ഒരു വാർത്ത കൊടുത്തിട്ടുള്ള കെയ്സറിനെതിരെ പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി തയ്യാറല്ല. ഇപ്പോഴും അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുകയല്ലേ. രാജ്യം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിനകത്തൊരു ജില്ലയെ കുറിച്ച് വളരെ കൃത്യമായൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അത് തെറ്റായി വന്നതാണെങ്കിൽ അത് തെറ്റായി വന്നതാണ് എന്ന് പറയുകയും അതിനെതിരെ കേസ് കൊടുക്കുകയും വേണ്ടേ? അത് ചെയ്തില്ല. ഇന്നും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യക്കകത്ത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഏതെങ്കിലും അജണ്ടകൾ തേടി നടക്കുമ്പോൾ അതിനിത് വെച്ചു കൊടുക്കുകയാണ്. അത് അപകടകരമാണ്. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ രാഷ്ട്രീയമായ ചർച്ചകളാണ്. അത് വർഗീയമായി കാണേണ്ടതില്ല. അത് പറഞ്ഞവരാണ് വർഗീയമായി പറഞ്ഞവർ.